മാസി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ടെലിസോണിക് ഓഡിയോയുടെ തന്നെ TMB8 എന്ന മോഡൽ നമ്പറാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മിക്സർ ഒന്ന്. ഇതിൻ്റെ കൂടെ ഒരു പവർ കോഡ് വരുന്നുണ്ട്, അതേപോലെ ഒരു കാറ്റലോഗ് ഉണ്ട്, പിന്നെ നമ്മളെ കൺസോളും ഉണ്ട്. നമുക്ക് മിക്സർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പവർ ഓൺ ആക്കാൻ ഒരു ബട്ടൺ കൂടി വരുന്നുണ്ട്. ഓൺ ചെയ്ത് നോക്കാം. മിക്സർ ഓണായി. ഇതിൽ 6 മൈക്ക് ഇൻപുട്ടാണ് വരുന്നത്. അതന്നെ കോംബോ സോക്കറ്റാണ്. അതായത് നമുക്ക് ഫോണോ പിന്നും കൊടുക്കാം, XLR കൊടുക്കാം. അങ്ങനെ 4 ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷനാണ് നമുക്കുള്ളത്. പിന്നെ ഇതിൽ ബ്ലൂടൂത്തും കൂടി സെക്ഷനും കൂടി ഇതിൽ ആഡ് ഉണ്ട്. അതേപോലെ 2 XLR ഔട്ട്പുട്ട് ഉണ്ട്, അതേപോലെ അൺബാലൻസ്ഡ് ആയ 2 ഫോൺ ഔട്ടും ഉണ്ട്. പിന്നെ ഒരു ഓക്സ് ഔട്ട് ഉണ്ട്. പിന്നെ ഇതിലൂടെ ഹെഡ്ഫോൺ ഔട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ചാനലിലും വരുന്ന ഗെയിന്, അതേപോലെ ഹൈ, ലോ, മിഡ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു മാസ്റ്റർ കൺട്രോൾ ആയിക്കാണ്ട് ഇവിടെ ഒരു ഫേഡറും കൂടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യൂട്ടായിക്കാണ്ടുള്ളൊരു മിനിമലൈസ് ആയിക്കാണ്ടുള്ളൊരു മിക്സറാണ്. അതിലൊരു മ്യൂട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ചാനലിനും പാനൽ സപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് മിക്സർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയൊരു കാര്യം കൂടി, ഇവിടെ ഒരു ഇക്വലൈസർ സെക്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു തോതിൽ. ഇത് കണ്ടില്ലേ, ഇതിൽ ഫോണോ പിന്നും കൊടുക്കാം നമുക്ക്. അതുപോലെ XLR കൊടുക്കാം. XLR കൊടുക്കുമ്പോൾ കുറച്ച് ഗെയിന് കിട്ടും. ഫോണോ പിന്നെ ആകുമ്പോൾ കുറച്ച് ഗെയിന് കുറവായിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. ഫോണോ പിന്നെ കാര്യമായിട്ട് ലൈനിന് ഉപയോഗിക്കാനാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഫോണോ പിന്നെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇതിവിടെ ഹാൾ എഫക്റ്റിലാണ് കിടക്കുന്നത്. 0 to 9 ഹാൾ എഫക്റ്റ് ആണ്. അതേപോലെ 10 to 19 വരെ റോം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതിന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഏതാ വേണ്ടി വെച്ചാൽ അതിൽ കൊണ്ടുപോയി വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിലേക്ക് മാറും. ഡിലേക്ക് ഒന്ന് മാറ്റിയേക്കാം. 45 ഇതിലൊരു പാരാമീറ്ററും കൂടി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നും കൂടി നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ ഒരു പാരാമീറ്റർ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഡിലേക്ക് ചെറിയൊരു മിക്സർ എത്ര പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ അത്രയുള്ള നമുക്ക് കിട്ടുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഇവിടെ ഒരു മ്യൂട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ചാനൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടയിൽ വേണ്ട വെച്ചാൽ നമുക്ക് ഓഫ് ചെയ്തിടാനുള്ള ബട്ടൺ ഉണ്ട്. ഇതൊക്കെ വരുന്ന ഫാൻഡർ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്മൂത്തും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ വരുന്നത് നമ്മളെ ഈ ബ്ലൂടൂത്ത് സെക്ഷനിൽ സെപ്പറേറ്റ് ഹൈയും മിഡും ലോയും ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ 7ാമതായിക്കൊണ്ട് നമുക്ക് എക്സ്ട്രാ ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് മൈക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല, ഓഡിയോ പ്ലേ ചെയ്യാനുള്ള പറ്റുക. അപ്പോൾ ആ ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു സ്വിച്ചിങ് ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കിടക്കുന്നത് USB സെക്ഷനിലാണ്. ഒന്ന് പുഷ് ചെയ്താൽ ഈ ഒരു സെക്ഷനിലേക്ക് മാറും. പിന്നെ ഇവിടെ ഒരു ഓക്സ് ഔട്ട് ഉണ്ട്. ഈ ഓക്സ് ഔട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് ഡിലേ കൊടുക്കാനൊരു നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതൊരു ചെറിയ പ്രോഗ്രാം കേട്ടോ. രണ്ടാൾ നിന്ന് പാടുന്ന പാട്ടൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു മിക്സറാണ്.
മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.